കോഴിക്കോട് പാളയത്തെ ജയലക്ഷ്മി സിൽക്സിലുണ്ടായ തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താനായില്ല. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ വിദഗ്ധ പരിശോധന ഇന്ന് നടക്കും. ഫോറൻസിക് സംഘവും ഇന്ന് പരിശോധന നടത്തുന്നുണ്ട്. ഷഹദ് റഹ്മാൻ നൽകും വിശദാംശങ്ങൾ. ഷഹദ്, എന്തുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായല്ലോ ഇതിനകം എന്തുകൊണ്ടാണ് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമാക്കാൻ സാധിക്കാത്തത്? കാരണം കഴിഞ്ഞ ദിവസം ജയലക്ഷ്മി സിൽക്സിന്റെ ഉടമയടക്കം വന്ന് പ്രതികരിച്ചപ്പോൾ അതിൽ പറഞ്ഞ ഷോർട്ട് സർക്യൂട്ട് ആകാം എന്നുള്ള സംശയമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. എന്തായാലും ഇന്നത്തെ വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയിലൂടെ എന്താണ് തീപിടുത്തത്തിന് കാരണമായതെന്ന് വ്യക്തമാക്കാനാകുമോ? അത്തരത്തിലൊരു അനുമാനത്തിൽ ഇതുവരെ എന്തായാലും ഫയർ ഡിപ്പാർട്ട്മെന്റിന് എത്താൻ സാധിച്ചിട്ടില്ല. ഫയർ ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് അത് ജില്ലാ കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. പക്ഷേ ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ് ഈ തീപിടുത്തത്തിന് കാരണം എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഫയർ വിഭാഗത്തിന് മനസ്സിലാകേണ്ടതാണ്. അപ്പോൾ അവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത കൈവന്നിട്ടില്ല. എന്തായാലും ഇന്ന് കുറെ കൂടി വിദഗ്ധ പരിശോധനയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് കടക്കുകയാണ്. ഒന്ന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സിന്റെ പരിശോധനയാണ്, മറ്റൊന്ന് ഫോറൻസിക് വിഭാഗത്തിന്റെ പരിശോധനയാണ്. ഈ 2 പരിശോധനകളും ഇന്ന് നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇന്നലെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ തുടർച്ചയായി ഉണ്ടാകുന്ന തീപിടുത്തം അതിൽ ഈ വ്യാപാരികളൊക്കെ തന്നെ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിലുള്ള ഒരു വിശദമായിട്ടുള്ള പരിശോധനയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കുക. ശരി, ഷഹദ് റഹ്മാൻ കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.